വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ടാൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് റവയാണ്. ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന യോഗട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ചായി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അരച്ചെടുത്ത ഈ മാവ് ഒരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അരച്ച മാവ് ഞാൻ ആ കുഴിവെള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 1/2 കപ്പ് തൈരും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. വലിയ ജീരകത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകവും ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ജീരകം ചേർക്കാം. ജീരകവും കടുകും നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സവാള കുറച്ച് വലുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് സവാളയ്ക്കൊപ്പം വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത ചേരുവകളും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നേരിയതായിട്ട് അരിഞ്ഞ കാബേജും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രം ചേർക്കുന്നത് കൊണ്ട് 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ അണിയനൊക്കെ ചൂടായാൽ പെട്ടെന്ന് അവിഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തത്. ഒന്ന് പതിയെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാറ്ററിലോട്ട് ഈ വാട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ വാട്ടിയ വെജിറ്റബിൾ എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ.
ക്യാപ്സിക്കം ഒക്കെ പൊടിയായി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വീർത്ത് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്നാക്ക് കുറച്ച് കട്ടിയിലിരിക്കും, സോഫ്റ്റൊക്കെ ആയിരിക്കും, പൊങ്ങാത്ത രീതിയിലായിരിക്കും. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ലൂസൊക്കെ കറക്റ്റാണ്. ഒത്തിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാനുള്ള പാത്രം ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് എണ്ണ തടവിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു തവി വീതം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇത് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ ഇത് നല്ല ബൾബ് പോലെ പൊങ്ങി വരും. ഇതിപ്പോൾ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ബ്രഷ് കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് വീർത്ത് വരും. ഇനി ഇത് മൂടി വെച്ച് 2 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതൽ മൊരിയണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി നേരം ചട്ടിയിൽ തന്നെ വെച്ച് മുരിച്ചെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒത്തിരി വെജിറ്റബിൾസൊക്കെ ചേരുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. നമുക്കിത് കറിയൊന്നുമില്ലാതെ കഴിക്കാം. ചായയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പുളിച്ച തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെറുതെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചായ ഒന്നും ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം. കണ്ടില്ലേ, കണ്ടാൽ നമുക്കിത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. എത്ര വേണേലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ 1 കപ്പ് റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ അളവിൽ ഞാൻ 7 സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവസാനത്തെ സ്നാക്കാണ്. ഇത് കുറച്ച് വലുതായിപ്പോയി. അവസാനം ഉണ്ടായ ബാറ്റർ എല്ലാം കൂടി ഇട്ടതാണിത്. ഇതിലും കുറച്ചുകൂടി ചെറുതാക്കി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 10 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളരെ സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. വായിൽ വെച്ചാൽ അലിഞ്ഞിറങ്ങുന്നത് അറിയില്ല. ഈ വലിപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 എണ്ണം കഴിച്ചാൽ മതിയാകും വയറ് നിറയാനായിട്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്ക് സോഫ്റ്റുമാണ്, ടേസ്റ്റിയുമാണ്. നമുക്ക് പൂവ് പോലെ ചുരുട്ടി കയ്യിലെടുക്കാം. അത്രയ്ക്കും സോഫ്റ്റാണ്. ഇത് നമുക്ക് ഡിന്നറിനും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.